ലോകം അതീവ ജാഗ്രതയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം ഇന്ന് അവസാനിക്കും. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കൻ സമയം ഇന്ന് രാത്രി 8 മണി വരെയാണ് സമയം. ഇതിനുള്ളിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് പ്രസ്താവന അനുസരിച്ച് വെറും 4 മണിക്കൂറിനുള്ളിൽ ഇറാനെ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാന്റെ റെയിൽവേ ശൃംഖലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ട്രെയിൻ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ സൈന്യം ഇറാൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇറാൻ തള്ളി. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന് നേരെയുള്ള ആക്രമണങ്ങളും പെർമനന്റ് ആയിട്ട് നിർത്തണം എന്നുള്ളതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ കനത്ത ആക്രമണം നടത്തി. ടെഹ്റാനിലെ 3 എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ ഏറ്റവും വലിയ പെട്രോകെമിക്കൽ കോംപ്ലക്സ് സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് അടുത്തുള്ളതാണ്. ഈ പെട്രോകെമിക്കൽ കോംപ്ലക്സ് ആക്രമിക്കപ്പെട്ടു. സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് അടുത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 യൂണിറ്റ്സ് ആക്രമിക്കപ്പെട്ടു. മറ്റൊരു ആക്രമണത്തിൽ ഇറാന്റെ IRGCയുടെ ഇന്റലിജൻസ് ചീഫ് ആയിട്ടുള്ള മേജർ ജനറൽ മജീദ് ഖതമി കൊല്ലപ്പെട്ടു. സൗദി അറേബ്യയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് കിങ് ഫഹദ് കോസ്വേ. ഈ കിങ് ഫഹദ് കോസ്വേയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. ഇറാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ ജുബൈലിലെ സാബിക് പെട്രോകെമിക്കൽ പ്ലാന്റുകൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. പ്ലാന്റുകളിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ആക്രമണത്തിന് പിന്നാലെ ജുബൈൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാന്റിലെ ജീവനക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിന് നേരെ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ 15 അമേരിക്കക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ടർക്കിഷ് ഓൺഡ് ആയിട്ടുള്ള 3ാമത്തെ ഷിപ്പ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലൂടെ കടന്നുപോയി. ടർക്കിയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ അബ്ദുൾ ഖാദർ ഇത് സ്ഥിരീകരിച്ചു. IAEAയുടെ ചീഫ് പറയുന്നത് ഇറാന്റെ ബുഷേർ അറ്റോമിക് പവർ പ്ലാന്റിന് അടുത്ത് ആക്രമണങ്ങൾ നടത്തരുത്, ഇത് വലിയ അപകടം വരുത്തിവെക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷൻ പൈലറ്റിനെ രക്ഷിക്കാൻ മാത്രമായിരുന്നില്ലെന്നും മറിച്ച് ഇറാന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് യുറേനിയം കടത്താനുള്ള ശ്രമമായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഈ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. തങ്ങളുടെ പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കി. ചന്ദ്രനിലേക്കുള്ള നാസയുടെ ദൗത്യം വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആർടെമിസ് 2 പേടകം ഭൂമിയിൽ നിന്ന് ഏകദേശം 4,06,700 കിലോമീറ്റർ ദൂരമെന്ന റെക്കോർഡ് കൈവരിച്ചു. 1970-ൽ അപ്പോളോ 13 സ്ഥാപിച്ച റെക്കോർഡാണ് തകർന്നത്. ചന്ദ്രനെ ചുറ്റിയുള്ള യാത്ര കഴിഞ്ഞ് പേടകം ഇപ്പോൾ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. ഈ വെള്ളിയാഴ്ച പസഫിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങും. ഇന്ധനവില കുതിച്ചുയരുന്നതിനെ തുടർന്ന് പല രാജ്യങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഫിലിപ്പൈൻസിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്ധനവില വർദ്ധിച്ചതോടെ ഫിലിപ്പൈൻസിലെ പണപ്പെരുപ്പം 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിൽ തുടരുന്നു. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധക്കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ലഭിച്ച ബെൻ റോബർട്ട്സ് സ്മിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ സാത്താൻകുളം കസ്റ്റഡി മരണക്കേസിൽ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോടതി വധശിക്ഷ വിധിച്ചു. ഡോക്ടർമാരുടെ 6 ദിവസം നീളുന്ന സമരം ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഹംഗറിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2026 ഏപ്രിൽ 12 ഞായറാഴ്ചയാണ്. നിലവിലെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഫിഡസും വലിയ വെല്ലുവിളികളും വിവാദങ്ങളും നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഹംഗറിയിലേക്കുള്ള റഷ്യൻ ഗ്യാസ് പൈപ്പ് ലൈൻ തകർക്കാൻ വിദേശ ശക്തികൾ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ഓർബൻ ആരോപിച്ചു. ഇത് വോട്ടർമാരെ ഭയപ്പെടുത്തി വോട്ട് തേടാനുള്ള തന്ത്രമാണെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഓർബന്റെ പ്രചാരണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോകൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണമുണ്ട്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട പരാതി. ഹംഗറിയിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും ഓർബന്റെ നിയന്ത്രണത്തിലാണെന്നും പ്രതിപക്ഷത്തിന് തുല്യമായ അവസരം ലഭിക്കുന്നില്ലെന്നും
യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിമർശിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ബുഡാപെസ്റ്റിലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ വിക്ടർ ഓർബനൊപ്പം പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഒരു വിദേശ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നേരിട്ട് പങ്കുചേരുന്നത് നയതന്ത്രപരമായി വളരെ അപൂർവമായ ഒന്നാണ്. ഹംഗറിയിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അമേരിക്ക നേരിട്ട് ഇടപെടുകയാണെന്ന് പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ധന പ്രതിസന്ധിയും യുദ്ധഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വലിയ റാലികൾ നടത്തുന്നത് സുരക്ഷാ ഭീഷണിയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഓർബന്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുവന്ന പീറ്റർ മഗ്യാർ എന്ന നേതാവ് ഓർബനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും വലിയ ജനപിന്തുണയുള്ള പ്രതിപക്ഷമായി മാറുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ മാറ്റമാണ്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കും. മുന്നണികൾ ആവേശകരമായ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണവും ഏപ്രിൽ 9 വോട്ടെടുപ്പും നടക്കും.